പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥി. നേതൃയോഗത്തിന് ശേഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അഹമ്മദിന്റെ നിര്യാണത്തോടെ ഉണ്ടായ വിടവ് കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ എളുപ്പത്തിൽ നികത്താനാകും എന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. വലിയ ചർച്ചകൾക്കോ എതിരഭിപ്രായങ്ങൾക്കോ ഇടം നൽകാതെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. പാണക്കാട് കൊടപ്പനക്കൽ നടന്ന നേതൃയോഗത്തിന് ശേഷം ഹൈദരലി തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നമ്മുടെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തീരുമാനിക്കുന്നു. അഹമ്മദിന്റെ മകൾ ഫൗസിയ ഷർഷാദിന്റെയും ഇബ്രാഹിം സുലൈമാൻ സെട്ടിന്റെ മകൻ സിറാജ് സേട്ടിന്റെയും പേരുകൾ പ്രവർത്തക സമിതിയിൽ ഉയർന്നു വന്നെങ്കിലും പരിഗണിച്ചില്ല. 27-ാം വയസ്സിൽ നഗരസഭാ ചെയർമാനായാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 1982 മുതൽ നിയമസഭയിലുണ്ടായിരുന്നു. ഐസ്ക്രീം പെൺവാണിഭ കേസിൽ വിവാദത്തിൽപ്പെട്ടതോടെ 2006-ൽ കുറ്റിപ്പുറത്ത് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. പിന്നീട് UDF രാഷ്ട്രീയത്തിലെ ഒഴിവാക്കാനാവാത്ത ശക്തിയായി കുഞ്ഞാലിക്കുട്ടി ഉയർത്തെഴുന്നേറ്റു. കഴിഞ്ഞ UDF മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വേങ്ങര MLA ആണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും. രാഷ്ട്രീയ ജീവിതത്തിൽ കുറ്റിപ്പുറത്ത് മാത്രമാണ് കാലിടറിയത്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചുവടുമാറ്റം പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. പാണക്കാട് നിന്നും ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. മതേതര കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. അല്ല, അതായത് ഈ ഒരു ഇലക്ഷനിൽ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാനൊരു വേറൊരു സമയം എടുത്ത് പറയാം. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് തങ്ങളെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, മതേതര കൂട്ടായ്മക്ക് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തി കൂടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ നടക്കുന്ന IFFK മേഖല ചലച്ചിത്രമേള സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ മുസ്ലിം ലീഗ്. കമൽ പങ്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KN ഖാദറാണ് പരാതി നൽകിയത്. എന്നാൽ മേള നടക്കുന്ന നിലമ്പൂർ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നില്ല. ഈ മാസം 17-നാണ് മേളയുടെ ഉദ്ഘാടനം കമൽ നിർവഹിക്കുക. പുകഴ്ത്തലിൽ വീഴുന്നയാളെന്ന PT തോമസിന്റെ ആരോപണത്തിന് ശക്തമായ വാക്കുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ഇത്രത്തോളം ഇകഴ്ത്തൽ കേട്ട മറ്റൊരാളില്ല. പുകഴ്ത്തലിൽ വീഴില്ല, ഇകഴ്ത്തലിൽ തളരുകയുമില്ല. ധനകാര്യ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എടോ എന്ന് വിളിക്കേണ്ടയാളെ ഇപ്പോഴും ഞാൻ എടോ തന്നെ വിളിക്കും. അതിന് വേറെ സംശയമൊന്നുമില്ല. എടോ എന്ന് വിളിക്കുന്നത് ഒരു തരത്തിലും ഒരു അരോചകമായിട്ടുള്ള പദപ്രയോഗമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഈ പുകഴ്ത്തൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കണ്ട എന്ന്. സാർ, നമ്മുടെ ഈ കൂട്ടത്തില്, ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തില് ഇത്രമാത്രം ഇകഴ്ത്തൽ ഇരയായ ഒരാളെ വേറെ കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? അന്ന് ഞാനങ്ങ് വീണുപോയില്ലാലോ. അപ്പോ മറ്റത് കേട്ടാൽ ഉയരുകയില്ല. സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാകില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവന്ന പ്രതിസന്ധി പരിഹരിക്കും. നിയമസഭാ ചോദ്യോത്തര വേളയിലായിരുന്നു മന്ത്രിയുടെ മറുപടി. ഏത് സാഹചര്യത്തിലും വൈദ്യുതി കെട്ട് ഒഴിവാക്കി പോകുക എന്നതാണ് ഗവൺമെന്റിന്റെയും വൈദ്യുതി ബോർഡിന്റെയും താല്പര്യവും കാഴ്ചപ്പാടും അതാണ്. ഇവിടെ ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% മാത്രമായിരുന്നു ഉൽപ്പാദനം. അതിലും ഇപ്പോൾ കുറയാനാണ് സാധ്യത. 70% വൈദ്യുതി നമ്മൾ വെളിയിൽ നിന്നും വാങ്ങിയാണ് ഇവിടെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 25 വർഷത്തേക്കും ദീർഘകാലത്തേക്കും അതല്ലാതെയുള്ള കരാറുകൾ വഴി വെളിയിൽ നിന്നും വൈദ്യുതി കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ, വൈദ്യുതി കട്ട് ഒഴിവാക്കാൻ ഉള്ള നടപടി സ്വീകരിക്കും. അതിനുള്ള നടപടി ബോർഡ് സ്വീകരിക്കുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. എങ്കിലും സമിതിയെ വെച്ച് പഠിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന്
സി ദിവാകരന്റെ സബ്മിഷന് മറുപടിയായി ധനമന്ത്രി വ്യക്തമാക്കി. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എതിർപ്പിന്റെ ഭാഗമായി പദ്ധതി നിർത്തിവെക്കില്ലെന്നും VT ബൽറാമിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. RCCയെ മികവിന്റെ കേന്ദ്രമാക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ശ്രമിക്കുന്നതായി സബ്മിഷനിൽ VS അച്യുതാനന്ദൻ ആരോപിച്ചു. സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസിയെ സഹായിക്കുന്ന നിലപാടാണിതെന്നും VS കുറ്റപ്പെടുത്തി. എന്നാൽ ആരോഗ്യ സെക്രട്ടറി ഏകപക്ഷീയമായല്ല മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ മറുപടി നൽകി. നിയമസഭാംഗമായി 50 വർഷം പൂർത്തിയാക്കുന്ന KM മാണിക്ക് നിയമസഭയുടെ ആദരം. നിയമസഭ തന്റെ അമ്മ തൊട്ടിലെന്ന് KM മാണി പറഞ്ഞു. അപൂർവ നേട്ടമാണ് മാണി കൈവരിച്ചത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ലോക പാർലമെന്ററി ചരിത്രത്തിലെ അപൂർവ നേട്ടമാണ് മാണിയുടേതെന്നും അദ്ദേഹം അഭിനന്ദന പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന KM മാണിക്ക് പ്രത്യേക ആദരവും അഭിനന്ദനവുമാണ് കേരള നിയമസഭ നൽകിയത്. തന്റേതായ ആശയം കൊണ്ട് തത്വശാസ്ത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് KM മാണിയെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അഭിനന്ദിച്ചു. രാഷ്ട്രീയത്തിൽ ആർക്കും നീക്കി നിർത്താനാകാത്ത പ്രമാണിയാണ് മാണിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ വ്യക്തിയെന്നും അദ്ദേഹം അനുമോദിച്ചു. രാഷ്ട്രീയ അഭിരുചി മാറി വന്നു, സഖ്യങ്ങൾ മാറി വന്നു. അപ്പോഴും മാറാത്ത സാന്നിധ്യമായി നിയമസഭയിൽ ഒരാളെ ഉണ്ടായുള്ളൂ. അത് ശ്രീ KM മാണിയാണ്. പലതിലും ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള കേരളവും കേരള നിയമസഭയും KM മാണിയിലൂടെ പുതിയൊരു റെക്കോർഡ് ഇന്ത്യക്കും ലോകത്തിനു മുന്നിൽ വെച്ചു എന്നതാണ് സത്യം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ അത്ഭുതമാണ് KM മാണി എന്നതായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭിനന്ദനം. സാറ്, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണത്. ഇന്ത്യയിലെ ഒരു നിയമസഭയ്ക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് മാണി സാറ് ഇന്ന് നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത്. തന്റേതായ ശൈലി കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടുന്ന വ്യക്തിയാണെന്നും പുതിയ സാമാജികർക്ക് മാതൃകയാണ് മാണിസാറെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അകലെയുള്ള മിത്രത്തെക്കാൾ അടുത്തുള്ള ശത്രുവാണ് നല്ലതെന്ന PC ജോർജിന്റെ വാക്കുകൾ സഭയിൽ ചിരി പടർത്തി. അകലെ കിടക്കുന്ന മിത്രത്തെക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രുവാണ് മെച്ചം. പാലാക്കാരോടും സാമാജികരോടും നിസ്സീമമായ നന്ദി KM മാണി സഭയിൽ രേഖപ്പെടുത്തി. പാലായിലെ എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരെ സ്മരിക്കാതെ പോകുന്നത് ശരിയായിരിക്കും എന്നെനിക്ക് തോന്നി. ഇപ്പോഴായിരിക്കും മനസ്സിലായത്, നമ്മൾ ശത്രുക്കൾ എന്ന് കരുതുന്ന പല ആളുകളും നമ്മളെ മിത്രങ്ങളാണ്. അതേസമയം ബാർക്കോഴ അഴിമതിയും അവസാന ബജറ്റ് അവതരണവും UDF വിട്ടതും KM മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കറുത്ത ഏടായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റക്കര ടോംസ് കോളേജിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തുടർ പഠന സാധ്യത ചർച്ച ചെയ്യാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ചർച്ച നടത്തുക. ടോംസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. റോജി M ജോൺ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. AICTE അംഗീകാരം കിട്ടിയാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു കോളേജുകളിലും പഠിക്കാനാകുമെന്നും അതുവരെ ടോംസ് കോളേജിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നും C രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. മന്ത്രിയുടെ മറുപടി ഗൗരവമുള്ളതാണ് എന്ന അഭിപ്രായത്തിൽ പ്രതിപക്ഷം വാക്കൌട്ട് ഒഴിവാക്കി. പൊന്നമ്പലമേട്ടിൽ അമ്പലം പണിയണമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ പ്രസ്താവന മോശമായി പോയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇത്തരം കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കടകംപള്ളി വ്യക്തമാക്കി. ദശലക്ഷക്കണക്കായിട്ടുള്ള ഭക്തരുടെ വിശ്വാസത്തെയെല്ലാം പോർലേൽപ്പിക്കുന്ന തരത്തിൽ പുതിയൊരു അമ്പലം, അവിടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിപ്പുണ്ട്, ആ ക്ഷേത്രത്തിലേക്കാണ് ജനങ്ങളെത്തുന്നത്. അതിനും അപ്പുറം വേറൊരു അമ്പലം പണിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറയുന്നത് വളരെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അങ്ങനെയൊന്നും തീരുമാനിക്കാനുള്ള ഒരവകാശവും ആരും കൊടുത്തിട്ടില്ല. ഇത്തരം നല്ലതല്ലാത്ത നീക്കങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുന്നതാണ് നമുക്ക് നല്ലത്, പൊതുവെ നല്ലത്. സംസ്ഥാന സർക്കാരിന്റെ കരട് IT നയം പ്രഖ്യാപിച്ചു. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുമെന്നും പുതിയ ഒരു വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കുമെന്നും നയം വ്യക്തമാക്കുന്നു. IT മേഖലയിൽ മികച്ച നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ യുവ സംരംഭകരെ സൃഷ്ടിച്ച് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതുമാണ് പുതിയ നയം. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും എളുപ്പത്തിൽ ലഭ്യമാക്കാനും പുതിയ നയത്തിലൂടെ സാധ്യമാകും. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനും പുതിയ ഒരു വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കാനും ഉദ്ദേശിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ IT നയത്തിന്റെ കരട് രൂപരേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. നയരേഖയ്ക്കൊപ്പം ഓരോ മേഖലയിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 8 ഉപനയങ്ങളുടെ രേഖകളും അവതരിപ്പിച്ചു.
പൊതുജനങ്ങളിൽ നിന്നും ഈ മേഖലയിലെ വിദഗ്ധരിൽ നിന്നും ലഭിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അന്തിമ നയത്തിൽ ഉൾപ്പെടുത്തും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇത് ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുകയും നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡിജിറ്റൽ വിഭജനത്തെ മറികടക്കാനുള്ള സാധ്യത ഉപയോഗിക്കും. IT മേഖലയിൽ മികച്ച നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ യുവസംരംഭകരെ സൃഷ്ടിച്ച് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതുമാണ് പുതിയ നയം. ഡിജിറ്റൽ സാങ്കേതിക ക്ഷേമത്തിന് മാത്രമല്ല, ആധുനിക വ്യവസായങ്ങളുടെ ത്വരിതഗതിയിലുള്ള വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും നയം ഉത്തേജനം നൽകുന്നു. പശ്ചാത്തല സൗകര്യ വികസനം, മാനവവിഭവശേഷി വളർച്ച, വാണിജ്യ വളർച്ച എന്നീ ഘടകങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ അർത്ഥപൂർണമായ ഉപയോഗം ത്വരിതപ്പെടുത്തുകയും അവയ്ക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യും. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സോഷ്യൽ മീഡിയ, മൊബിലിറ്റി, അനലിറ്റിക്സ്, ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നൂതന ആശയങ്ങളിലേക്കും അവയുടെ ആവിഷ്കാരങ്ങളിലേക്കും നയം വാതിൽ തുറക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM തെലങ്കാന സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 17 ആരംഭിച്ച പദയാത്രയുടെ സമാപനം മാർച്ച് 19 ഞായറാഴ്ച ഹൈദരാബാദിൽ നടക്കും. മഹാസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യ അതിഥിയായിരിക്കുക. സമ്മേളനം ആദ്യം നിശ്ചയിച്ചിരുന്നത് നിസാം കോളേജ് ഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ ഗതാഗത തടസ്സം ഉണ്ടാകും എന്നതിനാൽ വേദി മാറ്റിയിരുന്നു. ഇതിനെ തുടർന്ന് CPIM സമ്മേളനം നടത്തേണ്ട എന്ന് തീരുമാനിച്ചു എന്ന രീതിയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത വസ്തുതാവിരുദ്ധമാണ് എന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. കേരള മുഖ്യമന്ത്രിക്കായി തെലങ്കാനയിലെ മലയാളികൾ ഒരുക്കുന്ന വരവേൽപ്പ് RTC ക്രോസ് റോഡിലുള്ള TSRTC കലാഭവനിൽ വെച്ച് വൈകിട്ട് 3 മണിക്ക് നടക്കും.